Good morning, students. Yesterday you have seen how a company can issue debentures, or what is the cost of raising debentures, right? And today you are going to see some of the problems. Actually, I have not worked out any of the problems. I will explain you all the problems and you need to work out it today and you need to send it back to me, right? Okay. അപ്പോൾ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഡിബെഞ്ചേഴ്സേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ പ്രോബ്ലംസ് മാത്രമേ നമ്മളിന്ന് ചെയ്യുള്ളൂ. അപ്പോൾ ആ രണ്ട് ടൈപ്പ് ഓഫ് ഡിബെഞ്ചേഴ്സ് എന്താണെന്നും അതെങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്നും മാത്രം നോക്കിയാൽ മതി. ക്ലിയർ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും ഓരോന്നും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എക്സ് ലിമിറ്റഡ് ഇഷ്യൂസ് 50,000 8% ഡിബെഞ്ചേഴ്സ് അറ്റ് പാർ. ഇഷ്യൂ ചെയ്യണത് പാർ വാല്യൂവിലാണ്. പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട്? 100 രൂപയാണ്. 100 rupees ഇസ് ദ എമൗണ്ട്, റൈറ്റ്? അപ്പോൾ 50,000 8% ഡിബെഞ്ചേഴ്സ് ആണ് പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യണത്. ആൻഡ് പ്രോബ്ലം ഇസ് ദാറ്റ് ദ ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ടു ദ കമ്പനീസ് 50%. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ. ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ടാക്സ്, റൈറ്റ്? ആഫ്റ്റർ ടാക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആഫ്റ്റർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ഫോർമുല? ഫോർമുല ഈസ് ഐ ഇൻറ്റു, എന്താ ഫോർമുല വരിക? ഐ ഇൻറ്റു 1 മൈനസ് ടി, അല്ലേ? ഐ ഇൻറ്റു 1 മൈനസ് ടി ആണ് ഫോർമുല വരിക. അപ്പോൾ ഐ ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ പി എ വരുള്ളൂ. ക്ലിയർ? ഇവിടെ ഐ എന്താ? 50,000ൻ്റെ 8%. ക്ലിയർ? 50,000 ഇൻറ്റു 8/100. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. ഒന്നുകിൽ ഒരു ഡിബെഞ്ചറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ഡിബെഞ്ചറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പാർ വാല്യൂ നമുക്കൊന്നും തന്നിട്ടില്ല. ഒന്നും തരാത്ത സ്ഥിതിക്ക് നമുക്ക് പാർ വാല്യൂ ഒന്നുകിൽ 10 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 100 ആയിട്ട് എടുക്കാം. അതായത് ഫേസ് വാല്യൂ ആണ് തരാത്തത്. ഒന്നുകിൽ 100 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 10 ആയിട്ട് എടുക്കാം. ഇറ്റ് മസ്റ്റ് ബി ഡിനോമിനേഷൻ ഓഫ് ടെൻസ്. അങ്ങനെ ആവണമെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ 8% ഡിബെഞ്ചേഴ്സാണ്. ഐ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നുകിൽ 50,000 ഡിബെഞ്ചേഴ്സിന് 8%. 50,000 ഇൻറ്റു 8/100 ഇറ്റ് കംസ് ടു 4,000. ക്ലിയർ? താഴെ നമുക്കറിയാം, ഇവിടെ നമ്മൾ പാർ വാല്യൂ തപ്പി പോകേണ്ട ആവശ്യമില്ല. കാരണം മുകളിൽ ഇൻട്രസ്റ്റ് ഫുൾ എമൗണ്ടിന് എഴുതണം വെച്ചാൽ താഴെയും ഫുൾ എമൗണ്ടിന് എഴുതണം. ഐ ഇൻറ്റു 1 മൈനസ് ടി. ടാക്സ് റേറ്റ് 50% ആണ്, 50% അല്ലേ? ഐ 4,000 വെച്ചാൽ ഐ ഇൻറ്റു 1 മൈനസ് ടി 1/0.5. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ ആ 0.5 കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്ത് തരണോ? ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് തരണമെങ്കിൽ ചെയ്യാം. 4,000 ഇൻറ്റു 1 മൈനസ് 0.5 divided by 50,000, clear, into 100. ഇതാണ് ആദ്യത്തെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ പ്രോബ്ലം വായിച്ചു നോക്കുക. രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ചെയ്തിട്ട് തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ. ചെയ്യണ രണ്ടാമത്തെ പ്രോബ്ലത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം. രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ വ്യത്യാസം വരിക പിക്കാണ്. പി വിൽ ബി ചേഞ്ച് ടു എൻ പി. കാരണം എന്താ? അവിടെ പ്രീമിയം ഉണ്ട് 10%. അപ്പോൾ 50,000ൻ്റെ കൂടെ 50,000 ആണ് നമ്മളുടെ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ 50,000 ആണ് നമ്മളുടെ ഫുൾ എമൗണ്ട്, ₹50,000. 50,000 ഇൻറ്റു 10/100, അത് 50,000ൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് എൻ പി ആവും. ക്ലിയർ? ടാക്സ് റേറ്റ് 60% മാറ്റേണ്ടത്. ഡെപ്റ്റ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. സെയിം ഫോർമുല, റിഡീമബിൾ അല്ല. ഐ ഇൻറ്റു 1 മൈനസ് ടി തന്നെയാണ്, പക്ഷെ പി എൻ പി ആവും. പ്രീമിയം ഉണ്ട്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പ്രോബ്ലം. ഇനി തേർഡ് വൺ വി വിൽ ഡിസ്കസ്. തേർഡ് പ്രോബ്ലം സെയിം ക്വസ്റ്റ്യൻ ആണ്. 50,000 8% തന്നെയാണ്, പക്ഷേ ഇവിടെ അത് പി എൻ പി ആവും, അല്ലേ? പി വിൽ ബി ചേഞ്ച് ടു എൻ പി, ബട്ട് ഇറ്റ് വിൽ ബി അറ്റ് എ ഡിസ്കൗണ്ട്. 50,000ൻ്റെ 5%. ടാക്സ് റേറ്റ് 50% ആണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താ?
കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മളോട് ഡെപ്റ്റ് ക്യാപിറ്റൽ. And next problem is that B Limited issues 1,09% debentures at a premium of 10%. 1,00,000 എമൗണ്ടിന് വ്യത്യാസം വന്നു, പെർസെൻറ്റേജ് വ്യത്യാസമുണ്ട്, പ്രീമിയം ഉണ്ട്. അപ്പോൾ 1,00,000-ൻ്റെ 10% കാണണം. ക്ലിയർ? എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റും കൂടി ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. NPയുടെ കാൽക്കുലേഷൻ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അതായത് 1,00,000 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ 1,00,000-ൻ്റെ കൂടെ 10% പ്രീമിയം ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ? എന്നിട്ട് അതിൻ്റെ മുകളിലാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? 2% ഫ്ലോട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലാതെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആദ്യം രണ്ടും പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് കാൽക്കുലേഷൻ തെറ്റിക്കാൻ പാടില്ല. ക്ലിയർ? ആദ്യം ചെയ്യേണ്ടത് 1,00,000-ൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്യുക. 10%-ൻ്റെ കാൽക്കുലേഷനാണ് ആദ്യം ചെയ്യേണ്ടത്. 10% അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ 1,00,000-ൻ്റെ 10% കാണുക, അത് 1,00,000-ൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ആ എമൗണ്ടിൻ്റെ 2% ഫ്ലോട്ടേഷൻ കോസ്റ്റാണ്. ആ ഫ്ലോട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്യുക. പ്ലസ് ദ ഇഷ്യൂ പ്രൈസിൻ്റെ കൂടെ പ്രീമിയം ആഡ് ചെയ്തു, ഫ്ലോട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്തു. ഡിനോമിനേറ്ററിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ന്യൂമറേറ്റർ പാർട്ട്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് വി ഷാൽ മൂവ് ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലത്തിലേക്കാണ്. പ്രോബ്ലം മാത്രമേ തരുന്നുള്ളൂ. പ്രോബ്ലം മാത്രം തരുന്നതിന് ഉദ്ദേശമുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഈ പാർട്ടൊന്നും മിസ് ക്ലാസ്സിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് തന്നെ ഉള്ളൂ. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, വേറെ കുട്ടികളോടല്ല കേട്ടോ. തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. കമ്പനി ഇഷ്യൂസ് 10 lakh 10% redeemable debentures. redeemable എന്ന് പറഞ്ഞ വാക്ക് കണ്ടാൽ തന്നെ you must understand the problem has changed at a discount of 5%. The cost of flotation issue ചെയ്യണതാട്ടോ. എപ്പോഴും നോക്കേണ്ടതാണ് ഇഷ്യൂയിങ് അറ്റ് എ ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ NPയിൽ നമ്മൾ ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ NP എന്ന് പറഞ്ഞ വാല്യൂവിൽ ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ദ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ എമൗണ്ട് ടു 30,000. ഈ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷനും NPയിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എപ്പോഴും നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഫ്ലോട്ടേഷൻ വരുള്ളൂ. റിഡീമബിൾ വാല്യൂവിന് ഫ്ലോട്ടേഷൻ വരില്ല. ക്ലിയർ? അപ്പോൾ NP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ഓഫ് NP ഡിസ്കൗണ്ട് മൈനസ് ചെയ്യുക. ആ ഡിസ്കൗണ്ട് മൈനസ് ചെയ്തതിന് ശേഷം ഫ്ലോട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്യുക. ക്ലിയർ? ഇപ്പോൾ കാൽക്കുലേഷൻ ഓഫ് NP ആയി. ഇറ്റ് ഈസ് റെഡീമബിൾ ആഫ്റ്റർ 5 years. സോ N എത്രയാ? N is equal to 5. N 5 വർഷമാണ്. കാൽക്കുലേറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസ്യൂമിങ് എ ടാക്സ് റേറ്റ് ഓഫ് 50%. ക്ലിയർ? RBയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? RBയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ എന്താ? ഇറ്റ് ഈസ് റെഡീമബിൾ അറ്റ് 10 lakh. 10 ലക്ഷമാണ് റിഡംഷൻ വാല്യൂ. ദർ ഇസ് നോ ചേഞ്ച് എന്നാണ് നമ്മൾ അസ്യൂം. അപ്പോൾ റെഡീമബിൾ വാല്യൂവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RBയിൽ ചേഞ്ച് ഇല്ല. കാരണം RB എങ്ങനെയെന്നുള്ളത് പറഞ്ഞിട്ടേ ഇല്ല. പറഞ്ഞിട്ടുണ്ടോ? RBയെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് അസ്യൂം ദാറ്റ് റിഡംഷൻ ഇസ് അറ്റ് പാർ. ക്ലിയർ? റിഡംഷൻ RB വാല്യൂ പാറില്ല എന്നുള്ളൊരു അസംഷനിലാണ്. അപ്പോൾ RB 10 ലക്ഷം തന്നെയാണ്. 10 ലക്ഷം രൂപ നമ്മൾ മുഴുവനായിട്ട് തിരിച്ചു കൊടുക്കുക ചെയ്യണത്. ക്ലിയർ? അപ്പോൾ 10 ലക്ഷം രൂപയാണ് RB. NP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ഉണ്ട്. NP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം, ഫ്ലോട്ടേഷൻ കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ? 5 വർഷമാണ് N is 5 ആൻഡ് രണ്ടും ചെയ്യുക. ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും. ബിഫോർ ടാക്സ് വരുമ്പോൾ എന്താ വെച്ചാൽ 1 - T ഇല്ല ഫോർമുലയിൽ. ആഫ്റ്റർ ടാക്സ് വരുമ്പോൾ 1 - Tയും കൂടി ആഡ് ചെയ്യുക. ഫോർമുല എന്താണെന്ന് ക്ലിയർ അല്ലേ? KD ഈസ് ഈക്വൽ ടു I into 1 - T plus RV minus NP by N the whole divided by RV plus NP by 2. Is it clear for you? Problem clear ആണെന്ന് വിചാരിക്കുന്നു. Let us move to the next problem. A 5-year 100% ഒരു 5 year എന്നിവിടെ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ് എന്താ വെച്ചാൽ
It is redeemable debenture. 5 വർഷത്തേക്കാണ്. 5 year 100 rupees 100 debenture ഒരെണ്ണത്തിൻ്റെ പ്രൈസ് തന്നിട്ടുള്ളൂ. Can be sold for a net price of 96.50. The coupon rate of interest is 14% per annum. This is coupon rate means it is the interest rate. And the debenture will be redeemed at 5% premium on maturity. അപ്പോൾ ഒരു കാര്യം ക്യാൻ ബി സോൾഡ് ഫോർ എ നെറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇഷ്യൂ പ്രൈസ് കേട്ടോ. ഇതാണ് ഇഷ്യൂ പ്രൈസ്, തെറ്റിക്കരുത് പ്രോബ്ലം ചെയ്യുമ്പോൾ. 100 രൂപ ഡിബെഞ്ചറാണ്. ഇഷ്യൂ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് പ്രൊസീഡ്സ്. നെറ്റ് പ്രൊസീഡ്സ് ഇസ് 96.50. ക്ലിയർ? നെറ്റ് പ്രൊസീഡ്സ് 96.5 ആണ്. കൂപ്പൺ റേറ്റ് അതായത് ഇൻട്രസ്റ്റ് ഇസ് 14%. N is 5. Will be redeemed at 5% on equity. അപ്പം വിൽക്കുമ്പോൾ എന്താ വെച്ചാൽ 96.5ൻ്റെ മുകളിലല്ല പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യണത്. RV ഇവിടെ പ്രീമിയത്തിലാണ്. RV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100 ഫേസ് വാല്യൂ. 100ൻ്റെ കൂടെ 5% പ്രീമിയം മെച്യൂരിറ്റിയിലുള്ളത് ആഡ് ചെയ്യുക. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ RV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, NP കാൽക്കുലേറ്റ് ചെയ്തു. N is given in the question. I is 14%. I കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, 96.50ൻ്റെ മുകളിലല്ല I കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഇസ് ഓൾവേസ് ഗിവൺ ഓൺ ദ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് കാൽക്കുലേഷൻ വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 100ൻ്റെ 14% ആണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരിക. അപ്പോൾ അവിടെ മിസ്റ്റേക്ക് വരുത്തരുത് പ്രോബ്ലം ചെയ്യുമ്പോൾ. ഈ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുക, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ക്ലിയർ ആണോ? ആൻഡ് ലെറ്റ് us move to the next problem. Firm assuming that a firm pays tax at 50% rate, compute the after tax cost of debt capital in the following cases. Question വളരെ ക്ലിയർ ആണ്. A perpetual bond sold at par, coupon rate of interest being 7%. Perpetual bond എന്ന് പറഞ്ഞാൽ നോർമൽ ബോണ്ടാണ്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഒരു പെർപെച്വൽ ബോണ്ടാണ്. സോൾഡ് അറ്റ് പാർ. സോൾഡ് അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എന്താ? 100 രൂപയാണ്. ഞാൻ പറഞ്ഞിട്ട് പാർ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ 100 10 എത്ര വെച്ചും എടുക്കാം. അപ്പോൾ 10 രൂപയാണെങ്കിൽ 10 രൂപ എടുക്കുക. അപ്പോൾ NP ഈസ് 10. ക്ലിയർ? NP അല്ല, P ആണ്, 10 ആണ്. I ഈസ് 7%. 7% ഓൺ 10. നമ്മൾ എത്ര പാർ വാല്യൂ എടുക്കുന്ന വെച്ചാൽ അതിൻ്റെ മുകളിൽ 7% കാൽക്കുലേറ്റ് ചെയ്യുക. 100 രൂപയാണെങ്കിൽ 100ൻ്റെ മുകളിൽ 7% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ I ഈസ് 7%. 100ൻ്റെ മുകളിലാണെങ്കിൽ 7 × 1 - 0.5 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമുക്ക് പെർപെച്വൽ ബോണ്ടിൻ്റെ കാൽക്കുലേഷൻ കിട്ടി. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് അടുത്തത് എന്താ? A 10-year 8% rupees 1000 per bond sold at rupees 950 less 4% underwriting commission. Question വളരെ ക്ലിയർ ആണ്. RVയും NPയും ഇങ്ങനെ സോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോബ്ലം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റ് ഉണ്ട്. ഈ വിൽക്കുന്ന എമൗണ്ട് ഒരിക്കലും RV അല്ല. ദിസ് ഇസ് NP. ക്ലിയർ? NP ഈസ് അറ്റ് എ ഡിസ്കൗണ്ട് എന്നുള്ളതാണ് ക്ലിയർ ആക്കേണ്ടത്. അപ്പം 950 മാത്രമല്ല, ഈ 950യിലാണ് നമ്മൾ വിൽക്കണത്. വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്ലോട്ട് ചെയ്യണതിനാണ് വിൽക്കുക എന്ന് പറയാം. അതിൻ്റെ മുകളിൽ 4% അണ്ടർ റൈറ്റിംഗ് കമ്മീഷനും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ NPയിൽ നമ്മൾ 950 റുപ്പീസിനാണ് NP ലെസ് 4% അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. 10 year ആണ്. അപ്പോൾ റെഡീമബിൾ ആണ്. റിഡംഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് റെഡീമബിൾ അറ്റ് പാർ വാല്യൂ. ക്ലിയർ? 1000 രൂപയാണ് തിരിച്ചടയ്ക്കുന്നത്. സോ റെഡീമബിൾ വാല്യൂ 1000. നെറ്റ് പ്രൊസീഡ്സ് 950 ലെസ് 4% അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. 8% ഇൻട്രസ്റ്റ്. 8% ഇൻട്രസ്റ്റ് എന്തിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 1000 രൂപയുടെ മുകളിലാണ്. കാരണം ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കൊടുക്കുക. ആ ഫാക്റ്റ് ഒരിക്കലും മറക്കരുത്. 1000 × 8/100. അപ്പോൾ I × 1 - T പ്ലസ് RV - NP ഡിവൈഡഡ് ബൈ N is 10. The whole divided by RV plus NP by 2. Clear?
ഫോർമുല ക്ലിയർ ആണ്, ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഈ 4 പ്രോബ്ലം ഇന്ന് ചെയ്യുക, ബാക്കി നാളെ വർക്കൗട്ട് ചെയ്യാം. ക്ലിയർ? ഇറ്റ്സ് എ വെരി സ്മോൾ വീഡിയോ, വെരി സ്മോൾ 4 ക്വസ്റ്റ്യൻസ്, 4 ഇല്ലസ്ട്രേഷൻ ആണ് ക്ലാസ്സിൽ ചെയ്യുള്ളൂ. നാളത്തേൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്, ലോങ്ങറായി പോവും വീഡിയോ, അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യണത്. വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.